പാഞ്ചാല രാജാവായ ദ്രുപദൻ തൻ്റെ പുത്രൻ നിരമിത്ര രാജകുമാരനും ദശാരണ രാജകുമാരിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. വിവാഹ ദിവസം രാത്രി രാജകുമാരി ആരോടും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. ദശാരണവും രാജകുമാരിയും അപമാനിക്കപ്പെട്ട വിവരമറിഞ്ഞ ദ്രുപദൻ കോപിതനായി. ഒരു സ്ത്രീയെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ലെങ്കിൽ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവായ ദ്രുപദൻ അമ്മയെ ഭോഗിക്കുന്നത് തൻ്റെ കൺമുന്നിൽ വെച്ച് നിരമിത്രനെ കാണേണ്ടി വരുന്നു. അത് രാജകുമാരനും അമ്മയ്ക്കുമുള്ള രാജശിക്ഷയായിരുന്നു. രാജാവിനാൽ അപമാനിക്കപ്പെട്ട രാജകുമാരൻ കൊട്ടാരം വിട്ടിറങ്ങി. പാഞ്ചാല രാജധാനിയിൽ നിന്നും പാഞ്ചാലത്തിന്റെ പിതൃഭൂമിയായ ഔഷധഗന്ധമുള്ള ആത്രേയകത്തിൽ അഭയം പ്രാപിക്കുകയാണ്. അപമാനിക്കപ്പെട്ട ദശാരണത്തിൽ നിന്നും പാഞ്ചാലത്തിന് യുദ്ധം ഒഴിവാക്കാൻ ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാജകുമാരൻ പുരുഷനാണെന്ന് തെളിയിക്കുക മാത്രമാണ്. അതിന് രാജകുമാരനെ സഹായിച്ചത് ആത്രേയകത്തിലെ വൈദ്യശ്രേഷ്ഠൻ ചൂടകന്റെ ചെറുമകൾ ഇളയാണ്. ദശാരണത്തോടുള്ള യുദ്ധത്തിൽ നിന്നും പാഞ്ചാലത്തെ രക്ഷിച്ചുവെങ്കിലും ദശാരണ രാജകുമാരിയെ വഞ്ചിച്ചു എന്നുള്ള കുറ്റബോധം നിരമിത്രനെ അലട്ടിക്കൊണ്ടേയിരുന്നു. മഹാഭാരത യുദ്ധങ്ങൾ എന്നും അധർമ്മത്തിനെതിരുള്ള ധർമ്മത്തിന്റെ യുദ്ധമായാണ് നമ്മൾ എല്ലാവരും പാടിപ്പോഴ്ത്തിയത്. എന്നാൽ അതിൽ അധാർമികതയുടെ കഥകൾ കൂടിയുണ്ടെന്നുള്ള തുറന്നെഴുത്താണ് ആത്രേയകം. 2024 വായിക്കണമെന്ന് ആഗ്രഹിച്ചു. 2025 ആദ്യത്തിൽ തന്നെ വായിച്ചു തീർത്താം. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയ്ക്ക് ശേഷം ആർ രാജശ്രീ എഴുതിയ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ നോവലാണ് ആത്രേയകം. തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. പാഞ്ചാല രാജാവായ ദ്രുപദൻ തൻ്റെ പുത്രൻ നിരമിത്ര രാജകുമാരനും ദശാരണ രാജകുമാരിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. വിവാഹ ദിവസം രാത്രി രാജകുമാരി ആരോടും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. ദശാരണവും രാജകുമാരിയും അപമാനിക്കപ്പെട്ട വിവരമറിഞ്ഞ ദ്രുപദൻ കോപിതനായി. ഒരു സ്ത്രീയെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ലെങ്കിൽ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവായ ദ്രുപദൻ അമ്മയെ ഭോഗിക്കുന്നത് തൻ്റെ കൺമുന്നിൽ വെച്ച് നിരമിത്രനെ കാണേണ്ടി വരുന്നു. അത് രാജകുമാരനും അമ്മയ്ക്കുമുള്ള രാജശിക്ഷയായിരുന്നു. രാജാവിനാൽ അപമാനിക്കപ്പെട്ട രാജകുമാരൻ കൊട്ടാരം വിട്ടിറങ്ങി. പാഞ്ചാല രാജധാനിയിൽ നിന്നും പാഞ്ചാലത്തിന്റെ പിതൃഭൂമിയായ ഔഷധഗന്ധമുള്ള ആത്രേയകത്തിൽ അഭയം പ്രാപിക്കുകയാണ്. അപമാനിക്കപ്പെട്ട ദശാരണത്തിൽ നിന്നും പാഞ്ചാലത്തിന് യുദ്ധം ഒഴിവാക്കാൻ ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാജകുമാരൻ പുരുഷനാണെന്ന് തെളിയിക്കുക മാത്രമാണ്. അതിന് രാജകുമാരനെ സഹായിച്ചത് ആത്രേയകത്തിലെ വൈദ്യശ്രേഷ്ഠൻ ചൂടകന്റെ ചെറുമകൾ ഇളയാണ്. ദശാരണത്തോടുള്ള യുദ്ധത്തിൽ നിന്നും പാഞ്ചാലത്തെ രക്ഷിച്ചുവെങ്കിലും ദശാരണ രാജകുമാരിയെ വഞ്ചിച്ചു എന്നുള്ള കുറ്റബോധം നിരമിത്രനെ അലട്ടിക്കൊണ്ടേയിരുന്നു. മഹാഭാരത യുദ്ധങ്ങൾ എന്നും അധർമ്മത്തിനെതിരുള്ള ധർമ്മത്തിന്റെ യുദ്ധമായാണ് നമ്മൾ എല്ലാവരും പാടിപ്പോഴ്ത്തിയത്. എന്നാൽ അതിൽ അധാർമികതയുടെ കഥകൾ കൂടിയുണ്ടെന്നുള്ള തുറന്നെഴുത്താണ് ആത്രേയകം. 2024 വായിക്കണമെന്ന് ആഗ്രഹിച്ചു. 2025 ആദ്യത്തിൽ തന്നെ വായിച്ചു തീർത്താം. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയ്ക്ക് ശേഷം ആർ രാജശ്രീ എഴുതിയ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ നോവലാണ് ആത്രേയകം. തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്.